അമേരിക്ക കോടി ഡോളർ വിലയിട്ട ഭീകരനായിരുന്നു മുല്ല ഒമർ. താലിബാൻ നേതാവായ ഇയാൾ ഒളിച്ചു താമസിച്ചിരുന്നത് അഫ്ഗാനിസ്ഥാനിലെ US സൈനിക കേന്ദ്രത്തിന്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു. US രഹസ്യാന്വേഷണ ഗവേഷകർ ഏറെക്കാലം തലപുകച്ച് അന്വേഷിച്ചിട്ടും ഒമറിനെ പിടികൂടാനായിരുന്നില്ല. 2006 മുതൽ അഫ്ഗാനിൽ പ്രവർത്തിച്ചിരുന്ന ഡച്ച് മാധ്യമ പ്രവർത്തകൻ ബെറ്റി ഡാം എഴുതിയ സെർച്ചിങ് ഫോർ ആൻ എനിമി എന്ന പുസ്തകത്തിലാണ് US രഹസ്യാന്വേഷകരുടെ അത്ഭുതപ്പെടുത്തുന്ന പരാജയം തുറന്നു കാട്ടുന്നത്. ഒരു കണ്ണു മാത്രം കാഴ്ചയുള്ള ഭീകര നേതാവ് റെയ്ഡ് ശക്തമാക്കിയതോടെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് രക്ഷപ്പെട്ടതായും പാകിസ്ഥാനിൽ എവിടെയോ വെച്ച് മരിച്ചതായുമാണ് US-ലെയും അഫ്ഗാനിലെയും നേതാക്കൾ കരുതിയിരുന്നത്. എന്നാൽ അഫ്ഗാനിലെ സാബുൾ പ്രവിശ്യയിൽ US സൈനിക ക്യാമ്പിന് 3 മൈൽ പരിധിയിൽ ഒമർ കഴിഞ്ഞതായാണ് പുസ്തകം പറയുന്നത്. 2013 അസുഖം ബാധിച്ച് ഇയാൾ മരിക്കുകയായിരുന്നു. ഇയാൾ താമസിച്ചിരുന്ന വീട് US കമാൻഡോകൾ ഒരു തവണ വളഞ്ഞെങ്കിലും രഹസ്യമുറിയിലായിരുന്ന ഇയാളെ പിടികൂടാൻ സാധിച്ചിരുന്നില്ല. വല്ലപ്പോഴും മാത്രമാണ് ഇയാൾ പുറത്തിറങ്ങിയിരുന്നത്. 2 തവണ ഭാഗ്യം കൊണ്ട് മാത്രമാണ് കമാൻഡോകളിൽ നിന്ന് രക്ഷപ്പെട്ടത്. പലയിടത്തു നിന്നുമായി തന്റെ പേരിൽ പ്രസ്താവനകൾ ഇറങ്ങുമ്പോൾ കുടുംബത്തിൽ നിന്ന് പോലും ഒറ്റപ്പെട്ട് ജീവിക്കുകയായിരുന്നു ഇയാൾ. സാങ്കല്പിക ഭാഷയിൽ നോട്ട് പുസ്തകങ്ങളിൽ കുത്തിക്കുറിച്ചും പാഷ്തോ ഭാഷയിലുള്ള BBC പരിപാടികൾ കേട്ടുമായിരുന്നു സമയം നീക്കിയിരുന്നത്. 5 വർഷത്തെ ഗവേഷണത്തിന് ശേഷമാണ് ബെഡ്ഡാം പുസ്തകം എഴുതിയിട്ടുള്ളത്. ഒമറിന്റെ വിശ്വസ്ത അംഗരക്ഷകൻ ജബർ ഒമറിയുമായി അഭിമുഖം നടത്തിയ ശേഷമായിരുന്നു അദ്ദേഹം പുസ്തകം എഴുതിയത്. 2001 US വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് ശേഷം അമേരിക്ക ഇയാളുടെ തലയ്ക്ക് $1 കോടി, ഏകദേശം 70 കോടി രൂപ ഇനാം പ്രഖ്യാപിച്ചതാണ്. അത്തരത്തിൽ ഒരു ഭീകരനെ പിടികൂടാനാകാത്ത US ആർമിയുടെ പരാജയ കഥയാണ് സെർച്ചിങ് ഫോർ ആൻ എനിമി എന്ന പുസ്തകത്തിൽ ബെറ്റി ഡാം എഴുതി വച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.